അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്ത് നമുക്ക് കഴിയുന്ന രീതിയിൽ ഗൈഡൻസ് ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഏതായിരുന്നാലും സൈക്കോളജിയോട് താല്പര്യമുള്ള, സൈക്കോളജിയുടെ ആഭിമുഖ്യമുള്ള ആൾക്കാരാണ് MA സൈക്കോളജി, MA PC എടുക്കാൻ വന്നിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സൈക്കോളജി എന്നുള്ളതും MA PC എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. എങ്കിലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക എന്നാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമോട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു കേട്ടോ? ഒരു റെസ്പോൺസ് കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആരും വോയിസ് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണ് സർ. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഇഗ്നോ, അല്ലെങ്കിൽ എന്താണ് ഇഗ്നോയിലെ MA PC എന്നതിനെ കുറിച്ച് ചെറുതായിട്ട് മനസ്സിലാക്കാം. ഇഗ്നോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് 1985 എസ്റ്റാബ്ലിഷ്, പാർലമെന്റ് ആക്ട് അനുസരിച്ച്. അതായത് ഇന്ത്യയിലുടനീളം എല്ലാ നൂക്ക് ആൻഡ് കോർണറിൽ, വില്ലേജ് തലത്തിൽ പോലും വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഡയറക്റ്റ് റെഗുലറായിട്ട് സ്കൂൾ പോകാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് പഠനം നിർത്തി പിന്നീട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ആർക്കും എവിടെ നിന്നും പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്കൂൾ രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇഗ്നോ എന്നുള്ളത്. 1985 തുടങ്ങിയതാണ്. എങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാൽ ഇഗ്നോ. അതിന്റെ പേര് തന്നെ പീപ്പിൾ യൂണിവേഴ്സിറ്റി എന്നാണ്. 2.5 മില്യണോളം കുട്ടികൾ ഇതിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് പല പല കോഴ്സുകളായിട്ട്. ഇന്ത്യയിൽ തന്നെ 60-ലധികം റീജിയണൽ സെന്ററുകൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രത്തുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ 2-3 സ്റ്റഡി സെന്റർ അതിന്റെ കീഴിൽ തന്നെ കാണാൻ സാധിക്കും. കൊച്ചിയിലുണ്ട്, കാലിക്കറ്റ്, വടകരയിൽ ഒന്നുണ്ട്, ഇപ്പോൾ മംഗലാപുരത്തും തുടങ്ങിയിട്ട്, കാസർഗോഡും തുടങ്ങിയിട്ട്. ഇങ്ങനെ കേരളത്തിൽ തന്നെ 4 റീജിയണൽ സെന്ററുകൾ എന്ന രീതിയിൽ വരുമ്പോൾ ഡൽഹിയിലൊക്കെ പോകുന്ന ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. 67ഓളം റീജിയണൽ സെന്ററുകളും 3000ഓളം അല്ലെങ്കിൽ 3000-ലധികം സ്റ്റഡി സെന്ററുകളുമുള്ള വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഡൽഹി ബേസുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പഠിക്കുന്ന ഇഗ്നോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ചൊരു അഭിമാനം വേണം. ഇഗ്നോ അല്ലേ, ഡിസ്റ്റൻസ് അല്ലേ, ഓപ്പൺ അല്ലേ എന്നല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, മാത്രമല്ല ഉള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ IIT പോലത്തെ അല്ലാത്ത, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോലത്തെ അല്ലാത്ത മറ്റു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സിലബസിനേക്കാളും മറികടക്കുന്ന അപ്ഡേറ്റഡ് ആയ വളരെ പവർഫുൾ ആയ സിലബസ് ആണ് ഇഗ്നോയിലുള്ളത്. കാരണം ഇഗ്നോന്റെ മെറ്റീരിയൽ നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ എഴുതിയ, ഓരോ യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ അതിന്റെ ഓതേഴ്സിനെ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ, IIM-ലെയും IIT-ലെയും NIT-ലെയും IIIT-ലേക്ക് പ്രഗത്ഭരായ സ്കോളേഴ്സ്, 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിലെ തന്നെ വലിയ വലിയ പ്രഗത്ഭരായ എഴുത്തുകാരന്മാരൊക്കെയാണ് നമ്മുടെ പുസ്തകം ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയ, അത്രയും പവർഫുൾ ആയ മെറ്റീരിയലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസും ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം എന്ന് പറയാനാണ് അത് സൂചിപ്പിച്ചത് കേട്ടോ. ഇവിടെ ഡിഗ്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ SLC കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ട് ഇതിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാം. അതെല്ലാം ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഡിഗ്രി ഉണ്ട്, 4 വർഷത്തതുണ്ട്. പഴയതുപോലെ 3 വർഷത്തെ കോഴ്സുകളുണ്ട്. പിന്നെ PG ഉണ്ട്, PhD ഉണ്ട്. ഇങ്ങനെ ധാരാളം PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ധാരാളം കോഴ്സുകൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നോയുടെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ കോഴ്സസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സാധിക്കും. ഇഗ്നോയിൽ ഓൺലൈൻ ഡിസ്റ്റന്റ് മോഡൽ ഇതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ ഓൺലൈൻ ആണ്. അതേസമയം ഡിസ്റ്റൻസ് അഥവാ വടകര കേന്ദ്രമായി അല്ലെങ്കിൽ ട്രിവാൻഡ്രം കേന്ദ്രമായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ പോകുന്നു. അതല്ലാത്ത മറ്റൊന്നുണ്ട് ഓൺലൈൻ, അഥവാ എല്ലാ കാര്യവും ഓൺലൈൻ ആയിരിക്കും. ഈ വടകരയും ട്രിവാൻഡ്രോ അല്ലെങ്കിൽ കൊച്ചി ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത മറ്റൊരു രൂപമാണ് ഓൺലൈൻ എന്നുള്ളത്. പൊതുവെ ഓൺലൈൻ ഡിസ്റ്റൻസ് ODL മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ വടകരയിലുള്ള കുട്ടികളൊക്കെ അതായിരിക്കും. പിന്നെ ഇഗ്നോയുടെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. ഒരു നാഷണൽ ജെറിഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ജെറിഡിക്ഷൻ ഉണ്ട്. ഒരു 3-4 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോയ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതവിടെ. ഇപ്പുറത്തേക്ക് വന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അതിലെ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി. ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഏരിയ ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ കോഴ്സിന് വാല്യൂ ഇല്ല എന്നല്ല പറഞ്ഞത്. കോഴ്സ് ചെയ്യുമ്പോൾ ഉദാഹരണം കേരളത്തിലൊരു കോഴ്സ് ചെയ്ത് തമിഴ്നാട്ടിൽ നമ്മൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നൊരു കോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ, ഇങ്ങനെ കുറെ കുന്ത്രാണ്ടങ്ങൾ വരുന്നുണ്ട്. ഇഗ്നോ ആകുമ്പോൾ അതൊക്കെ കുറച്ച് കുറവാണ്. കാരണം എന്താണ്? ഇതൊരു നാഷണൽ ജെറിഡിക്ഷൻ ഉള്ളതാണ് ഇന്ത്യയിൽ ഉടനീളം. മാത്രമല്ല ഇഗ്നോയുടെ കോഴ്സുകൾ മിക്കവാറും 99% UGC റെക്കഗ്നൈസ്ഡ് ആണ്. അങ്ങനെ പറയാൻ കാരണം കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്ന പാർലമെന്റ് ആക്ട് അനുസരിച്ച് നടക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയാണ്. ഈയിടെ നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാകും അല്ലേ? അതായത് KASO, അതായത് ഒരു എക്സാം എഴുതിയിട്ട് പിന്നെ അതിൻ്റെതുമായി ഇക്വലൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ഒരു വിഷയങ്ങൾ വന്നപ്പോൾ
ഹൈക്കോടതി ഇടപെട്ടതിൽ പറഞ്ഞു ഇഗ്നോയുടെ കോഴ്സ് ആയതുകൊണ്ട് അതിന് ഇക്വലൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളും ചോദിക്കാൻ പാടില്ല, കാരണം അത് UGC അംഗീകൃത കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്ന ഒരു കേന്ദ്ര യൂണിവേഴ്സിറ്റിയാണ്, അതുകൊണ്ട് അതിന് അതിൻ്റെതായ പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇഗ്നോയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നാഷണൽ ജെറിഡിക്ഷൻ ഉള്ളതാണ്, UGC റെക്കഗ്നൈസ്ഡ് ആണ്. മറ്റൊന്ന്, വർഷത്തിൽ 2 പ്രാവശ്യത്തിലേക്ക് അഡ്മിഷൻ എടുക്കാം. ഇൻഡിവിജ്വലൈസ്ഡ് സ്റ്റഡി പ്ലാൻസ്. ഇപ്പോൾ എനിക്ക് എൻ്റെ തോന്നിയ മാതിരി പഠിക്കാം, നിങ്ങൾക്ക് നിങ്ങളതുപോലെ പഠിക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങളൊക്കെ ചെയ്തൊരു ഗ്രൂപ്പ് സ്റ്റഡി ആണ്, ഗ്രൂപ്പായിട്ട് കൂടിയിട്ട് ഓരോരുത്തർക്കും ഓരോ യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് പഠിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളും ഓരോരുത്തർക്കും അവനവൻ്റെ സ്പീഡിനനുസരിച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപമാണ്. പിന്നെ ഇതിലെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നതിനേക്കാൾ ഒരു നമ്മളൊരു നാട്ടിൽ റെഗുലറായിട്ട് പഠിക്കുകയാണ്, ഡെയിലി പോകണം വരണം, അതിൻ്റെ ചിലവ്, പിന്നെ ഫീസ്, ഇനിയിപ്പോൾ അതൊരു എന്താ പറയുക മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ അതിന് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇതൊന്നും ഇഗ്നോയിൽ വരുന്നില്ല. സ്കിൽ ബേസ്ഡ് ലേണിംഗ്, അവനവൻ്റെ താല്പര്യവും അവനവൻ്റെ കഴിവും അനുസരിച്ച് സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇഗ്നോയുടെ മറ്റൊരു പ്രത്യേകത യൂസ് ICT ടൂൾസുകളൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ODL എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഇഗ്നോയുടെ കുറേ സംവിധാനങ്ങൾ മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആയിരിക്കും, യൂട്യൂബിലൂടെ നമുക്ക് കണ്ടെത്താം. പിന്നെ MOOC പറഞ്ഞ സംഭവമുണ്ട്, മാസീവ് ഓപ്പൺ സ്കൂളിംഗ് എന്ന സംവിധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു വലിയൊരു സംവിധാനമാണ് സ്വയം എന്നത്. സ്വയം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ ധാരാളം കോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങളുള്ള, കുറേ കൊളാബറേഷൻ ഉള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കളാണ്, സ്റ്റുഡൻസ് ആണ് എന്ന ഒരു ധൈര്യവും ആ ഒരു മനക്കരുത്തും നമുക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് ഇതൊക്കെ സൂചിപ്പിച്ചിട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുന്ന നിങ്ങളൊക്കെ പഠിക്കുന്ന വിഷയം MA സൈക്കോളജി എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കാണ്. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണ്, 2 വർഷം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാം. മാക്സിമം 4 വർഷം വരെ നമുക്കത് കൊണ്ടുപോകാം. കാരണം ഇഗ്നോയുടെ പ്രത്യേകത വേണമെങ്കിൽ ജൂലൈയിൽ എക്സാം എഴുതാം, അതല്ലെങ്കിൽ ഡിസംബറിൽ എഴുതാം, പിറ്റത്തെ ജൂലൈയിൽ എഴുതാം. അങ്ങനെ കൊണ്ടുപോയിട്ട് മാക്സിമം 4 വർഷം വരെ. പക്ഷെ ശ്രദ്ധിക്കണം, നല്ല പ്ലാനിങ് അല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലാഗ് ചെയ്തു പോകും. പിന്നെ ഇതിലുള്ള പ്രത്യേകത വെച്ചാൽ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്സ്, ഇതിന്റെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽസിന്റെ ഭാഗമായിട്ട് ചില ട്രെയിനിങ്സുകളെ മസ്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. മാത്രമല്ല അത് നമുക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ഇതിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ MA സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയറിൽ നമുക്കൊരു 10,500 അല്ലെങ്കിൽ ഒരു 11,000 രൂപയിൽ ഒതുങ്ങും. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഒരു 25 രൂപയിൽ നമുക്ക് ഒരു MA സൈക്കോളജി നേടിയെടുക്കാൻ പറ്റും ഇഗ്നോയിലൂടെ. ഓക്കെ, ഇതിന് ടോട്ടൽ 64 ക്രെഡിറ്റുകളാണുള്ളത്. അതായത് ഒരു ഇയറിൽ നമുക്ക് 32 ക്രെഡിറ്റ് എന്ന രീതിയിൽ 30 മണിക്കൂറൊക്കെ പഠിക്കേണ്ടത് നമുക്ക് ഈ മെറ്റീരിയൽ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇഗ്നോയുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് MA സൈക്കോളജിയുടെ അല്ലെങ്കിൽ MAPCയെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഫസ്റ്റ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വർഷം എന്ന് പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ 6 മൊഡ്യൂളുകളാണ്, 6 പേപ്പറുകളാണ് നമുക്ക് പഠിക്കുന്നത്. MPC 1, 2, 3, 4, 5, 6. ഇതിന് ഓരോന്നിനും ഒരേ വെയിറ്റേജ് ആണ്. പക്ഷെ പഠിച്ചു വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചില വിഷയങ്ങൾ എളുപ്പമായിരിക്കും, ചിലവർക്ക് കുറച്ച് ടഫായിരിക്കും. എന്തായിരുന്നാലും 4ഉം അല്ലെങ്കിൽ 5ഉം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ സെക്കൻഡിൽ എത്തുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പിന്നെ വരാം. ഏതായാലും ഈ 6 പേപ്പറാണ് നമുക്ക് തിയറി എന്ന രീതിയിൽ പഠിക്കാനുള്ളത്. അതോടൊപ്പം 7ാമത്തെ മൊഡ്യൂളുണ്ട് പ്രാക്ടിക്കംസ്. അത് പ്രാക്ടിക്കലാണ്. ഇപ്പോൾ വടകരയാണെങ്കിൽ നിങ്ങൾക്ക് JDTയിലെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമ്മുടെ സാർ സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെ 6 പേപ്പറും എല്ലാവരും പഠിക്കണം, 7ാമത്തെ പ്രാക്ടിക്കലും കഴിയണം. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഒരു വർഷം പൂർത്തീകരിച്ച്, ഉദാഹരണം നിങ്ങൾ 2025 ജനുവരിയിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2026 ജനുവരിയിലാണ് നിങ്ങൾ ഒരു വർഷം പൂർത്തിയാക്കുക. അഥവാ ഡിസംബറിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഇയർ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വേറൊരു അഡ്മിഷൻ എടുക്കണം. റീ അഡ്മിഷൻ എന്നാണ് പറയാൻ മറക്കരുത്. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കരുത്. അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് ഇയർ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് ഇയറിന്റെ ആപ്ലിക്കേഷൻ വിളിക്കും. ആ സമയത്ത് റീ അഡ്മിഷൻ എന്ന രീതിയിൽ നമ്മൾ വീണ്ടും അഡ്മിഷൻ എടുക്കണം സെക്കൻഡ് ഇയർ. അത് മറന്നു പോകരുത്. പല കുട്ടികളും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമ്മളെ ഓൺലൈൻ സ്റ്റുഡൻസ് എന്ന രീതിയിൽ അത് ശ്രദ്ധിക്കണം. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ MAPCയിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഇയറിൽ എല്ലാവരും ഒരേ സാധനമാണ് പഠിച്ചത് എങ്കിലും സെക്കൻഡിൽ എത്തുമ്പോൾ 3 വഴിയിലേക്ക് ഇത് തിരിയുന്നു. ഒന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന രീതിയിൽ നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിയുടെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകാം. അതല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി എന്ന മറ്റൊരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകാം. അതുമല്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും, കുട്ടികളെ അഡ്മിഷൻ കുറച്ച് കുറവായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്കറിയില്ല, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഇഗ്നോ MAPCയിൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് നൽകുന്നത്. നമുക്ക് ഡീറ്റെയിലേക്ക് വരാം, അതിൽ ഓരോന്നിലും എന്താണെന്നുള്ളത് പറയാം. അതോടൊപ്പം നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും പ്രാക്ടിക്കൽസ് ഉണ്ട് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 2 വർഷത്തിനിടയിൽ ഒരു ഇന്റേൺഷിപ്പ് പറഞ്ഞ MPCE 15 എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്.
MPC 1, 2, 3, 6 വരെ, പിന്നെ MPCE 11, 12, 13, പിന്നെ ഒരു സാധനമുണ്ട് അതുപോലെ 20, 21, 20 നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും അതോടുകൂടി ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പിന്നെ നമുക്കുള്ളത് ഒരു റിസർച്ച് പേപ്പറാണ്, ഒരു പ്രൊജക്റ്റ് എന്നതിൽ വേണമെങ്കിൽ റിസർച്ച് എടുക്കാം. ആരൊരാൾ സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ല, ഓക്കെ. റിസർച്ച് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ അതിന് പകരം MPC 46 പോസിറ്റീവ് സൈക്കോളജി, അത് സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുള്ളൂ. ഏതായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നു. ഇനി MAPC ചെയ്താൽ അല്ലെങ്കിൽ ഒരു PG സൈക്കോളജി ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ എന്തൊക്കെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും എന്നാലും ഒരു ഓവർവ്യൂ ഉണ്ടാകാൻ അതിനാണ് ഓറിയന്റേഷൻ എന്ന് അറിയാം. നമ്മളൊരു സൈക്കോളജി കഴിഞ്ഞ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ, അങ്ങനെ പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന പേരിട്ടല്ല, പക്ഷേ ക്ലിനിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യാം. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ 3 ആംഗിളിലൂടെ അല്ലെങ്കിൽ 3 ഏരിയയിലൂടെ സൈക്കോളജിസ്റ്റ് എന്ന ലേബലിൽ നമുക്ക് വർക്ക് ചെയ്യാം. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുണ്ട്. അത് RCAയുടെ കുറച്ച് ലൈസൻസും മറ്റു കാര്യങ്ങൾ കണക്ട് ചെയ്തതാണ്. മറ്റൊരു മേഖല എന്ന സ്കൂൾ കൗൺസിലർ ഓർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ഇപ്പോൾ നമുക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഇന്റലക്ച്വലി ചെറിയ ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങൾക്കുള്ള കുട്ടികൾ സ്പെഷ്യൽ സ്കൂളൊക്കെ അവിടങ്ങളിൽ നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള കോഴ്സുകളൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളിൽ ഈ CBSE സ്കൂളുകളും മറ്റുള്ള സ്കൂളുകളിലൊക്കെ സ്കൂൾ കൗൺസിലേഴ്സിന് നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെയാണ്, കൂടുതൽ സാധ്യതകൾ വരുന്നുണ്ട്. മറ്റൊന്ന് HR പ്രൊഫഷണൽ കോർപ്പറേറ്റ് ട്രെയിനേഴ്സ്. സൈക്കോളജി ചെയ്ത് കഴിഞ്ഞാൽ HR മേഖലയിൽ HR പ്രൊഫഷണൽ ആയിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ് മേഖല, കോർപ്പറേറ്റ് ആട്ടെ അതല്ല പ്രൈവറ്റ് ആട്ടെ, ട്രെയിനിങ് മേഖലയിൽ എന്തായാലും ട്രെയിനിങ് മേഖലയിൽ നമ്മൾ എംപ്ലോയീസിനെയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ആൾക്കാരെ കൈകാര്യം, അവിടെ സൈക്കോളജി ഉള്ള ഒരാളാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു ഡോർ, അങ്ങനെ ഒരു വിൻഡോ നമ്മുടെ മുന്നിൽ ഉണ്ടെന്നാണ്. പിന്നെ NGOകളിലൊക്കെ മെന്റൽ ഹെൽത്ത് മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്, ഡാറ്റ അനലിസ്റ്റുകളായിട്ട്, ഇപ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏത് പ്രൊജക്റ്റുകളും അവർ ഡാറ്റ ബേസിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഡാറ്റ അനലിസ്റ്റുകളായിട്ടും റിസർച്ച് അസിസ്റ്റന്റ് ആണ്. കാരണം നമ്മൾ സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പേപ്പർ പഠിക്കുന്നുണ്ട്, അത് നമുക്ക് കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വിഷയത്തിൽ. അതിനൊക്കെ പുറമെ MAPC ചെയ്തു കഴിഞ്ഞാൽ UGC അംഗീകാരമുള്ള നെറ്റ് നമുക്ക് ചെയ്യാം. അതും തന്നെ നമുക്ക് PhD നേടാൻ പറ്റും. അതുപോലെയുള്ള മറ്റു ഗവൺമെന്റ് എക്സാമുകൾ, ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അതിന് പുറമെ ഈ പറഞ്ഞ കൗൺസിലർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ എന്ന രീതിയിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന അതിന് ഗുണം. പിന്നെ എന്താ ഇപ്പോൾ ഒരു സൈക്കോളജി എടുക്കുന്നത്, ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഗ്ലോബലി നമുക്കറിയാം മെന്റൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, മെന്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ കൂടുതൽ. കേട്ടില്ല, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ. സാർ, നമ്മളിപ്പോ ഈ പോസിബിലിറ്റീസ് പറഞ്ഞല്ലോ കൗൺസിലിംഗ് ഫീൽഡിലും അതുപോലെ തന്നെ ആ ഏരിയയിലൊക്കെ. അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അത് തിയററ്റിക്കലി നമുക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ലെവൽ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് ഇപ്പൊ നിലവിൽ ലീഗൽ സൈഡും കൂടി? ലീഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ RCA അപ്രൂവൽ വേണ്ട ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന ലേബലിൽ. അതല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, അതൊക്കെ കുറച്ചും കൂടി ഏരിയ കുറച്ചും കൂടി കവർ ചെയ്യാനുണ്ട്. നമുക്ക് ഇപ്പൊ സാധാരണ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ സൈക്കോളജിസ്റ്റ് എന്ന ലേബൽ വെച്ചിട്ട് നമുക്ക് തെറാപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റന്റിന്റെ ഡിഗ്രി വെച്ചുകൊണ്ട് ചെയ്യൽ പോസിബിൾ ആണോ, അല്ല പ്രാക്ടിക്കൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? ചെയ്യാൻ പറ്റും. മാത്രമല്ല ചില സ്ഥലത്ത് റെഗുലർ വേണമെന്ന് അവർ പറയും. അത് ഇപ്പോൾ റെഗുലർ പഠിച്ച കുട്ടികളെക്കാൾ ഉഷാറായിട്ട് ഡിസ്റ്റൻസ് ചെയ്ത ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഞങ്ങളെ കാര്യം പറയാം. ഇന്റേൺഷിപ്പിൽ പോയ സമയത്ത് വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, എന്തൊക്കെ ചോദിക്കും, അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കും, ഇതിനെക്കുറിച്ച് ഇതെന്താ റെഗുലർ പഠിച്ച കുട്ടിയെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇഗ്നോ മെറ്റീരിയൽ പഠിച്ചു പോയാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വിഷയം പഠിക്കുകയാണെങ്കിൽ, തിയറിറ്റിക്കലി നമ്മൾ പഠിക്കുകയാണെങ്കിൽ തിയറിറ്റിക്കലി നമ്മൾ വെൽ ആൻഡ് ഗുഡ് ആൻഡ് സൗണ്ട് ആയിരിക്കും, കാരണം നമ്മളെ മെറ്റീരിയൽ അത്രയും ടോപ്പാണ്. പക്ഷെ നമ്മളെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ റെഗുലർ കോളേജിൽ കുട്ടികൾ അവിടെ ക്ലാസ്സിൽ കയറി അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഫീൽഡിൽ ഇറങ്ങാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊരു ബെറ്റർ ആയിരിക്കും. അതിനാണ് നമുക്ക് ഇന്റേൺഷിപ്പ് വരുന്ന സാധനം. ഇന്റേൺഷിപ്പ് നിങ്ങൾ പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹൈലി കോൺഫിഡന്റ് ആയിരിക്കും. ഫസ്റ്റ് ഇയറിൽ ഒരു 200 മണിക്കൂറുള്ള 40 ദിവസത്തോളം നിങ്ങൾ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കൗൺസിലിംഗ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയ വ്യക്തികളുടെ ഗൈഡൻസോട് കൂടെ അവരുടെ കൂടെ നിന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെ MSc എടുക്കുക, ഒരാളെ എങ്ങനെ കൗൺസിലിംഗ് കേസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട്. കാരണം നമ്മൾ തിയറിറ്റിക്കലി നമ്മൾ ഉഷാറായിരിക്കും.
സെക്കൻഡ് ഇയറിലെ പേപ്പർ നിങ്ങളിപ്പോൾ സൈക്കോ പാത്തോളജി ആട്ടെ, അല്ലെങ്കിൽ സൈക്കോ ഡയഗ്നോസ്റ്റിക് ആട്ടെ, അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി ആട്ടെ, ഈ 3 പേപ്പർ പഠിക്കുന്നതോടുകൂടെ ഇതിന്റെ എല്ലാ തിയററ്റിക്കൽ ആസ്പെക്ട് നിങ്ങൾ വെരി ഗുഡ് ആയിരിക്കും. മറ്റുള്ള കുട്ടികളെക്കാൾ ഉഷാറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അനുഭവം നമ്മളിപ്പോൾ ഇന്റേൺഷിപ്പിൽ പോയപ്പോൾ. പക്ഷെ നമുക്ക് ഫീൽഡിൽ ഇറങ്ങാത്തത് കൊണ്ട് നമുക്കൊരു ഇതുണ്ടല്ലോ, നീന്തം നമ്മൾ കരയെന്ന് പഠിച്ചിട്ട് കാര്യമില്ല, സൈക്ലിംഗ് അത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി തന്നെ വേണം. നിങ്ങൾ ഇന്റേൺഷിപ്പ് നമ്മള് ഇപ്പോ ഇതിലിപ്പോ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒറ്റൊന്നല്ലേ, 2 ഇയേഴ്സിന്റെ ഉള്ളിൽ ഒന്നല്ലേ പറയുന്നത്? അതെ, 2 പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്താ പറയുക, നമ്മൾ 16 PF എന്നൊരു തിയറിയെ കുറിച്ച് നമ്മൾ പഠിക്കും. പേഴ്സണാലിറ്റി അളക്കാനുള്ള 16 PF, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റൈമണ്ട് ബി കാറ്റലിന്റെ. അല്ലെങ്കിൽ നമ്മൾ എന്താ മെമ്മറിയെ കുറിച്ച് അറിയിക്കാനുള്ള മെമ്മറി സ്പാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പഠിക്കും. ഇത് പ്രാക്ടിക്കലി നമ്മൾ JDT പഠിക്കുന്നു. ആ സാധനം എങ്ങനെ ചെയ്യും? ഉദാഹരണം ഒരാളുടെ മോട്ടിവേഷൻ അളക്കേണ്ട രീതി എങ്ങനെയാണ്, ഒരാളുടെ ഇന്റലിജൻസ് എങ്ങനെ അളക്കേണ്ടത്, ഒരാളുടെ പേഴ്സണൽ, അതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരാൾ നമ്മൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടിക്കലി നമ്മൾ ആ ടൂള് കൈകാര്യം ചെയ്യേണ്ട രീതി പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ അഡ്മിനിസ്ട്രേഷനും അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്റ്റും. പക്ഷെ ഒരു കേസ്, ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ കൗൺസിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴേ കൃത്യമായി പഠിയുള്ളൂ. അപ്പൊ ഇന്റേൺഷിപ്പിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പറ്റുന്നില്ല. ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ലീഗലി നിങ്ങളൊരു സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഒന്നും വേണ്ട, റെഗുലർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളെടുത്ത് മറ്റാൾ നിങ്ങൾ എടുക്കൂല. അതേസമയം ചിലവർ ക്വാളിറ്റി നോക്കുള്ളൂ, ചിലവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ല കഴിവുണ്ടാവും. കൗൺസിലിംഗിൽ അതിനൊരു കുഴപ്പമില്ല. ഹനീഫ് സാറേ, നമുക്ക് ഡൗട്ടുകൾ ലാസ്റ്റിലേക്ക് വെച്ചാലോ? നമ്മൾ ഇത് കവർ ചെയ്യാം, ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇനി ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഒരു സൈക്കോളജി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമുള്ളത്? പേഴ്സണലി, ഫാമിലി, സോഷ്യൽ, ഈ മേഖലയിലൊക്കെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് കാണാൻ സാധിക്കും. ഉദാഹരണം, ഞാനിപ്പോൾ ഒരു സൈക്കോളജി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് ഒക്കെ കൂടി വരുന്നു, ഇമോഷണൽ റെസിലിയൻസ്. അതായത് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ളതും എൻ്റെ ഇമോഷൻസ് എന്താണെന്നും ഞാൻ എപ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത്, ഞാൻ ആരോടൊക്കെ, അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അതുപോലെ ഓരോരുത്തരെ കുറിച്ചും, എൻ്റെ തുണ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ആരെങ്കിലും ഒരാൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ അയാൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ എൻ്റെ പഴയ പ്രകൃതി അനുസരിച്ച് ഞാനും പിടിവിടും. ഇപ്പോൾ പിന്നെ നമുക്ക് ഇമോഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ റെസിലിയൻസ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ കിട്ടും. മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, കാരണം ഒരു തീരുമാനം എടുക്കുമ്പോൾ 2 വട്ടം ആലോചിച്ചിട്ട് അതിന്റെ അനന്തരഫലം എന്തായിരിക്കും, ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, നമുക്കറിയാം എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെസ് ഉണ്ട്, കാരണം ചുരുങ്ങിയ സമയം ഇതൊക്കെ തീർക്കണം, കാരണം എനിക്ക് ശേഷം 1-2 ആൾക്കാർ 2 മിനിറ്റ് സംസാരിക്കണം എന്നുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തന്നെ സമയമല്ല, ഇതിൻ്റെ ഉള്ളത് മാനേജ് ചെയ്യാം. അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ സമയത്ത് അതിൻ്റെതായ സ്ട്രെസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകിൽ റിസോഴ്സ് തയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വരുന്ന സമയത്തുണ്ടെന്ന് അതിനുള്ള കപ്പാസിറ്റി. ചുരുക്കി പറഞ്ഞാൽ ഇമോഷൻസ്, ബിഹേവിയർ, മറ്റുള്ളവരുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ബിഹേവിയർ, എൻ്റെ സ്വന്തം ഇമോഷൻസ്, എൻ്റെ സ്വന്തം പെരുമാറ്റങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ പേഴ്സണലി വെൽ ഇഫക്റ്റീവ് ആണ്. അതോടുകൂടെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളും ഒരിക്കൽ ജീവിക്കുന്നില്ല, നമ്മളൊരു കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, എമ്പതി വർദ്ധിപ്പിക്കാൻ, ചെറിയ കുട്ടികളായാലും പ്രായമുള്ളവരാണെങ്കിൽ മറ്റുള്ളവരോട് നമുക്കൊരു എമ്പതറ്റിക് ഫീൽ ഉണ്ടായിരിക്കും. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, ഒരു ഫാമിലിയിലെ ഏറ്റവും വലിയ ഒരു ഘടകം അവരുടെ സിങ്കിങ് സാധനം കമ്മ്യൂണിക്കേഷനാണ്. അത് വർദ്ധിപ്പിക്കാനും അത് കൂട്ടാനും നമുക്ക് സാധിക്കും. പാരന്റിങ്, രക്ഷിതാക്കളായ നമുക്ക് കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കാൻ അതിനനുസരിച്ച് ഇഫക്റ്റീവ് പാരന്റിങ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നുണ്ട്. ഫാമിലി സപ്പോർട്ട്, ഇങ്ങനെ ഫാമിലി ലെവലിലും നമുക്ക് ഇതിന്റെ വലിയ ഗുണങ്ങളുണ്ട്. ഇനി പ്രൊഫഷണൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇടപഴകുന്ന ജോലിയിലുമായിട്ട് നമ്മൾ ഇടപഴകുന്ന പ്രൊഫഷണൽസ്, ഓഫീസിലുള്ള ആൾക്കാർ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, നമ്മൾ ടീച്ചിങ് മേഖലയാകട്ടെ, HR മേഖലയാകട്ടെ, കോച്ചിങ് മേഖല, ഏതു മേഖലയിലും നമുക്ക് ഒന്നും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനും അതിലൊരു കോൺഫിഡൻസും നമ്മൾ സൈക്കോളജി പഠിച്ച് കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സൈക്കോളജി ഇസ് നോട്ട് എ സബ്ജക്ട്, അതൊരു കേവലം ഒരു മെറ്റീരിയൽ അല്ല, ഇറ്റ്സ് എ മിറർ ടു അവർ മൈൻഡ് ആൻഡ് മാപ്പ് ടു അവർ ഹെൽപ്പ് അതേഴ്സ്. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മൾ കണ്ണാടി നോക്കിയിട്ട് തലമുടി നന്നാക്കുന്ന പോലെ, മുഖം ഷേപ്പാക്കുന്ന പോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ടൂളാണ്, ഒരു കണ്ണാടിയാണ്, അതോടൊപ്പം റോഡ് മാപ്പും കൂടിയാണ്. അത് നല്ല മനസ്സിലാക്കുക നമ്മൾ. പിന്നെ നമ്മളെയും മറ്റുള്ളവരും മനസ്സിലാക്കാൻ പറ്റുന്ന, കോൺസെപ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂളായിട്ട് ഇത് കാണാം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഒരു മൈൻഡ് ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഫാമിലി ബോണ്ടുകളൊക്കെ എംപവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ അപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുമായി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹ്യൂമാനിറ്റിയെ കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫീൽഡാണ്, നിങ്ങൾ എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനം ഏറ്റവും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് യുവർ ജേർണി സ്റ്റാർട്ട്സ് ഹിയർ ആൻഡ് ഇറ്റ് വിൽ ഷേപ്പ് യുവർ ഫോർവേഡ്.
മാറ്റത്തിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു അവസരമാണ്. കൂടുതൽ ഈ വിഷയം പഠിക്കുക, അത് നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖത്തോടെ എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 പേപ്പർ ഉണ്ട്. ഇതാണ് 32 ക്രെഡിറ്റുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്, മെറ്റീരിയൽ അധികം ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞാൻ ആ ഗ്രൂപ്പിലൂടെ കുറച്ചിങ്ങനെ മനസ്സിലാക്കി. നമുക്കിങ്ങനെ തന്നെ ലാസ്റ്റ് മൊമെന്റിലാണ് മെറ്റീരിയൽ കിട്ടിയിരുന്നത്. ഞങ്ങളൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ PDF ഡൗൺലോഡ് ചെയ്യുക, അത് വായിക്കുക, അത് ഓരോരുത്തർക്ക് ഓരോ ചാപ്റ്ററുകൾ ഡിവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. അതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാൻ രീതിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത്. താല്പര്യമുള്ളവർ നമ്മളോട് അടുക്കുകയാണെങ്കിൽ, ബന്ധപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കേണ്ടത്. 6 തിയറി പേപ്പറും ഒരു പ്രാക്ടിക്കലും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 3 ഓപ്ഷൻ: ക്ലിനിക്കൽ, കൗൺസിലിംഗ്, ഓർഗനൈസേഷൻ സൈക്കോളജി. ഇതിൽ 3-ൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. 3 എടുക്കുകയാണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിൻ്റെതായ ചെറിയ ഡിഫിക്കൽറ്റീസും ഉണ്ട് കേട്ടോ. നമുക്ക് പറയാം. ഇനി ക്ലിനിക്കൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ക്ലിനിക്കൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ക്ലിനിക്കൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് MPC 11, 12, 13 എന്ന് പറഞ്ഞ 3 പേപ്പർ ഉണ്ടാകുക. 11 എന്ന് പറഞ്ഞാൽ സൈക്കോ പാത്തോളജി. അതേ ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരുടെ ഇഷ്യൂസിന്റെ അതിന്റെ കാരണം എന്താണ്, ഏത് തരത്തിലുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിന്റെ റൂട്ട് കോസിലേക്കും അതിലേക്ക് സൈക്കോ ഡൈനാമിക് തിയറി ആയിട്ട് അങ്ങനെ കുറെ തിയറികളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ICD അല്ലെങ്കിൽ DSM എന്ന് പറഞ്ഞ ഇതിന്റെ ബൈബിൾ, ഈ മേഖലയിലെ ബൈബിളുകൾ, ഈ ഖുർആനൊക്കെ പഠിക്കുന്ന പോലെ ആധികാരികമായി പഠിക്കാനുള്ള സാധനങ്ങളാണ് ICD, ഇന്റർനാഷണൽ എന്താ പറയുക, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഡയഗ്നോസ്റ്റിക്. അതുപോലെ തന്നെ DSM, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ, മറ്റൊന്ന് WHO. എന്തായിരുന്നാലും ഇന്റർനാഷണൽ ലെവലിൽ അംഗീകൃതമായ ലേറ്റസ്റ്റ് പബ്ലിക്കേഷൻസ് ആയ ICD 4 ആണ് നമ്മുടെ സിലബസിലുള്ളത്, 5 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ICD 11, DSM 5 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇതിലേക്ക് ഒന്ന് കണ്ണോടിക്കാനും ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമുക്ക് MPC ലെവലിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും. MPC 12 എന്ന് പറഞ്ഞാൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ അളക്കാനുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നില്ല, എന്താ പറയുക 16 PF അല്ലെങ്കിൽ കുറെ ടൂളുകൾ ഇങ്ങനെ പഠിക്കുക. ആ ടൂളിന്റെ അതിന്റെ ഒറിജിന്, അതിന്റെ സ്പെഷ്യലൈസേഷൻ, അതിന്റെ യൂസിങ്, അതിന്റെ കോൺസിക്വൻസ് എന്നൊക്കെ. എന്നിട്ട് രോഗങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഐഡന്റിഫൈ ചെയ്ത് റൂട്ട് കോസ് മനസ്സിലാക്കി പിന്നെ നമ്മൾ തെറാപ്പിയിലേക്ക് പോകണം. അതാണ് സൈക്കോ തെറാപ്പിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 3ാമത്തത്. അപ്പൊ ഈ 3 പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിനിക്കലി ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, തിയററ്റിക്കൽ വൈസിലുണ്ടോ. അതോടൊപ്പം നിങ്ങൾ ഇന്റേൺഷിപ്പ് കൂടി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അതിലൊരു സെക്കൻഡ് ഇയറിൽ നമുക്കൊരു പ്രാക്ടിക്കൽ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് പറഞ്ഞ സാധനം വരുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിൽ നമുക്ക് 2-1 എടുക്കാം. MPC 16 അല്ലെങ്കിൽ 46 4ാമത്തെ പേപ്പർ ആയിട്ടുണ്ടാകുക. MPC 16 എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആണ്. അത് നിങ്ങളൊരു PhD ചെയ്യാനോ അല്ലെങ്കിൽ MPhil ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാകുക, അതുപോലാണ്. പക്ഷെ അതിന് കുറച്ച് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാനുണ്ട്. നമ്മളെപ്പോലെ ഗൾഫിൽ നിന്നൊന്നും പഠിക്കാൻ ഇത് സാധിച്ചോളന്നില്ല. അപ്പോൾ കുറച്ച് ഫീൽഡിൽ ഇറങ്ങി റിസർച്ച് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ അനലൈസിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതായിരിക്കും MPC 16 അഥവാ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നുകൂടി നന്നായിരിക്കും. അതല്ല, അത്രയൊന്നും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ MPC 46 എന്നൊരു പേപ്പർ ഉണ്ട്, പോസിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. അതൊന്നും നല്ല രസമാണ് പഠിക്കാൻ. നമ്മളെ ലൈഫിൽ വളരെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നല്ല രസമാണ് പഠിച്ചെടുക്കാൻ. പക്ഷെ കൂടുതലുണ്ട് അത്. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷനാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നത്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് സൈക്കോളജി എടുക്കാം. കൗൺസിലിംഗ് സൈക്കോളജി പറയുമ്പോൾ ക്ലിനിക്കലിൽ നമ്മൾ രോഗങ്ങളെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ കൗൺസിലിംഗ് രോഗങ്ങളിലേക്ക് പോകുന്നില്ല, മറിച്ച് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ കൗൺസിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് പഠിക്കുന്നത്. കൗൺസിലിംഗിന്റെ കുറേ ടൂളുകളും അതിന്റെ ഇന്റർവെൻഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ പ്രൊജക്ട് എടുക്കാം അഡീഷണൽ ആയിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എടുക്കാം. ഇതാണ് 2ാമത്തെ ഓപ്ഷൻ സെക്കൻഡ് ഇയറിലുള്ളത്. 3ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി. ഇപ്പോൾ ഉദാഹരണം ഒരു വലിയ കമ്പനികൾ, ഇപ്പോൾ GCC രാജ്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ MNC കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഓരോ HR മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ ഉണ്ടായാൽ ഒന്നുകൂടി നന്നായിരിക്കും. HR മേഖലയിലാവുകയും പിന്നെ അതുപോലെ ഇങ്ങനെ MNC കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നന്നായിരിക്കും. അല്ലാണ്ടെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യമില്ല എന്ന് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, ഇവിടെയും നമുക്ക് MPC 36 എടുക്കാം പ്രൊജക്ട്, അതല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എടുക്കാം. ഈ ഒരു ഓപ്ഷനാണ് സെക്കൻഡ് ഇയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഫസ്റ്റ് ഇയറിന്റെ പേപ്പറുകൾ ഒന്ന് ഡീറ്റെയിൽ പറയുന്നത് മെറ്റീരിയൽ ഉണ്ടോണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായിരുന്നാലും ഫസ്റ്റ് ഇയറിലെ 6 പേപ്പറിൽ MPC 1 ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് എന്ന രീതിയിൽ 4 ബ്ലോക്കായിട്ട് 5 ബ്ലോക്കിൽ ഇതിൽ 16 അപ്പോൾ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റ് എന്ന നിലയിൽ 4 ബ്ലോക്കിൽ 16 യൂണിറ്റുകളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ MPC 1 പഠിക്കാനുള്ളത്. ഇതേ രൂപത്തിൽ 2-ലും 3-ലും 4-ലും 5-ലും പഠിക്കാനുണ്ട്. 6-ഉം ഇതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് മെറ്റീരിയൽ അരിച്ചു കുറച്ച് പഠിക്കുകയാണെങ്കിൽ ഉണ്ട്. ഇതിൽ എല്ലാ യൂണിറ്റിനും ഒരുപോലെ അല്ല വെയിറ്റേജ് ഉള്ളത്. ചില യൂണിറ്റുകൾക്ക് ഉദാഹരണം ബ്ലോക്ക് 1
അതിനൊരു പക്ഷേ ഒരു 15% വെയിറ്റേജ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് 3ക്ക് അത്ര ഉണ്ടായിക്കോണമെന്നില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ 1-2 മുമ്പത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ എക്സാം ആകുമ്പോൾ നോക്കിയാൽ മതി. എന്തായിരുന്നാലും 16 യൂണിറ്റിൽ 8 or 10 യൂണിറ്റ് കൃത്യമായി പഠിക്കുക, അല്ലെങ്കിൽ 16 ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണോടിച്ച് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം എവിടുന്ന ചോദ്യം എന്ന് പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും ഇത് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മെറ്റീരിയലൊക്കെ ഒന്ന് കവർ ചെയ്യുന്നു. മെറ്റീരിയൽ ഇഗ്നോന്റെ വായിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും. അവിടെയാണ് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നല്ല ചില മെന്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നന്നാകും. കാരണം എല്ലാ മെറ്റീരിയലും ഒരുപോലെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ ഇന്ത്യയിലുള്ള കിട്ടാവുന്ന നല്ലൊരു ഒരു കൊത്താരി പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ പുസ്തകമൊക്കെ കുഴപ്പമില്ല, നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയറിലെ 1ാമത്തെ പേപ്പർ. ഇതിലിപ്പോൾ നമ്മൾ പഠിക്കുന്നത് കൊഗ്നിറ്റീവ് സൈക്കോളജിയാണ്. ഇവിടെ കാര്യമായിട്ട് നമുക്ക് ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ചിന്ത, എന്താണ് ആലോചന, എന്താണ് ബുദ്ധി, എങ്ങനെയാണ് മനുഷ്യൻ പഠിക്കുന്നത്, ഭാഷ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ കൊഗ്നിറ്റീവ് ആസ്പെക്ട് ആണ്. കൊഗ്നീഷൻ, മെറ്റാ കൊഗ്നീഷൻ എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കുക. ഇനി 2ാമത്തെ പേപ്പറിലേക്ക് വന്ന ലൈഫ് സ്പാൻ സൈക്കോളജി. ഒരു കുട്ടി സ്പേം എഗ് ഉണ്ടായ ഒരു സൈഗോട്ടായിട്ട് കുട്ടി ജനിച്ച് അങ്ങനെ വന്ന് ഇങ്ങനെ മരിച്ചു പോകുന്നത് വരെയുള്ള ആ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ദശകൾ കൈകാര്യം ചെയ്യുന്ന, അതിൽ ഓരോ സമയത്തുണ്ടാകുന്ന ഡെവലപ്മെന്റ്സും സൈക്കോളജിക്കൽ ഇഷ്യൂസും അവിടെ ഡെവലപ്മെന്റ് പ്രോബ്ലംസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന പേപ്പറാണത്. നല്ല രസമായിരിക്കും ഈ പേപ്പർ പഠിക്കാൻ കേട്ടോ. 3ാമത്തെ സൈക്കോളജിയുടെ കോർ ഭാഗമാണ് അതിന്റെ ഹർട്ട് എന്ന് പറയും, പേഴ്സണാലിറ്റി. സൈക്കോളജി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയേണ്ടത്. എന്താണ് പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട തിയറികളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ ഒരു പേപ്പർ ശരിക്കും പഠിച്ചാൽ സെക്കൻഡ് ഇയറിലെ ഈ MPC 11 എന്നുള്ളതും MPC 13 എന്നുള്ളതൊക്കെ കുറച്ചുകൂടി സൗകര്യമായിരിക്കും പഠിച്ചെടുക്കാൻ. ഇതിൽ കുറേ തിയറികൾ അവിടെയും നമുക്ക് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ തിയറീസ് പഠിക്കുന്നതിന് പുറമെ തന്നെ തിയറീസിന്റെ ഓരോരോ എക്സ്പേർട്ടുകളായ ആൾക്കാർ, ആൽപോർട്ട്, റൈമണ്ട് ബിൽകാറ്റൽ, ഐസെങ്ക്, പിന്നെ ബിഗ് 5 തിയറി എന്ന് കുറേ തിയറി, പിന്നെ പേഴ്സണാലിറ്റി എങ്ങനെ അസസ് ചെയ്യേണ്ടത്, അളക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. MPC 11, 12, 13 അതിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ 4ാമത്തെ പേപ്പറാണ് സോഷ്യോളജിയുമായിട്ട് കുറച്ച് കൂടുതൽ കണക്ഷൻ ഉള്ള, സോഷ്യോളജി പഠിച്ചവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ സൊസൈറ്റി ആൻഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇതും വായിക്കാനും മനസ്സിലാക്കാനും സിമ്പിളാണ്, പക്ഷെ അത്ര രസം തോന്നില്ല, പക്ഷെ നല്ലൊരു ടോപ്പിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഈസിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. പിന്നെ റിസർച്ച്. ഇനി PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉപരി പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന, MPhil ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു പേപ്പറാണ് റിസർച്ച്. റിസർച്ച് കുറച്ച് പ്രയാസമുണ്ട് പഠിച്ചു മനസ്സിലാക്കാൻ. ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളില്ല എങ്കിൽ ഇത് ചില കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ തന്നെ പെയ്ഡ് ആയിട്ട് ഒരാളെ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. നിങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താം. ഓക്കെ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ചിലവർക്ക് വളരെ ഈസിയും എന്നാൽ മറ്റുള്ളവർക്ക് കുറച്ച് പ്രയാസവുമായ ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. മാത്സിനോട് ന്യൂമറിക്കലി വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി ടഫ്, എന്നാൽ അതിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. ഇതിലൊരു 60% മാത്സുകളായിരിക്കും, അതായത് കാരണം ഇതൊക്കെ ആയിരിക്കും ഈ ഇന്ത്യ പ്രാക്ടിക്കൽ അധികം വരുന്നത്. മറ്റത് ഒരു 40% തിയറി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. അത് ഞാൻ എല്ലാവരും താല്പര്യമില്ലാത്തൊരു പേപ്പർ ആയതുകൊണ്ട് അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ. പിന്നെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സാർ ആ വിഷയം സംസാരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ സെക്കൻഡ് ഇയറിന്റെ പേപ്പറാണ്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കണ്ടല്ലോ. സെക്കൻഡ് ഇയറിന്റെ 3 ഓപ്ഷൻസ് ഇതിൽ നമുക്ക് കണ്ണോടിക്കാൻ സമയമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനൊരു ക്ലാസ് എടുക്കാനല്ല വന്നത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഓവറോൾ പിക്ചർ തരിക എന്നതായിരുന്നു. ഓക്കെ അല്ലേ? റഫീഖ് സാറേ, ഫുആദ് സാറേ. ഓക്കെ, നിങ്ങള് ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു. കണ്ടിന്യൂ. റഫീഖ് സാറേ, നിങ്ങൾ ഫുആദ് സാർ സംസാരിക്കേണ്ടി സംസാരിച്ചോളൂ. ഫുആദ് സാറേ. ഫുആദ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ ഇന്നത്തെ പ്രസന്റേഷൻ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് അറേഞ്ച് ചെയ്തതിന് കാരണം നമ്മൾ ആദ്യം പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൽ പലരും ജോയിൻ ചെയ്തവരുണ്ടാവും, ഓൾറെഡി ഇതൊക്കെ അറിയുന്നവരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ റിപ്പീറ്റേഷനായി തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ജോയിൻ ചെയ്തതിൽ പലരും ഫ്രഷേഴ്സ് ആണ്. അത് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇഗ്നോയെ കുറിച്ചും ഇഗ്നോന്റെ കോഴ്സിനെ കുറിച്ചൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയതും ആ ഒരു ആമുഖം ഇങ്ങനെ നീണ്ടതും. ഇനിവേ ഇതിൽ ജോയിൻ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി വേണ്ട കാര്യങ്ങൾ, അതിന്റെ ഇന്റേൺഷിപ്പ്, പ്രാക്ടിക്കൽ വശങ്ങൾ, അതൊക്കെ എങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന്, നമ്മളൊരു മൈൻ സ്പ്രിങ്ങിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും. അത് ഇനി നമ്മുടെ ഫുആദ് സാറ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. ഫുആദ് സാറ് എക്സ്പേർട്ടാണ്. പ്രാക്ടിക്കൽ ക്ലാസ്സുകളുടെ ടൂളുകളൊക്കെ ഓരോന്നും നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ വിശദീകരിച്ച് തരാനൊക്കെ സാധിക്കും. അതിലെ കാര്യങ്ങളുമായിട്ട് ഫുആദ് സാറ് നിങ്ങളെ പ്രസന്റ് ചെയ്യാണ്.
റഫീഖ് സാർ, ഫുആദ് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു. ഫുആദ് സാറ് മലപ്പുറം ഭാഗത്ത് ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. 3 PG ഓൾറെഡി ഉണ്ട്, 3ലും നെറ്റ് ഉള്ള ഒരാളാണ്. PhDക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല എക്സ്പേർട്ടാണ് ഈ മേഖലയിൽ. ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്ന MAPC ചെയ്യുന്ന മിക്കവാറും കുട്ടികൾ ഫുആദ് സാറിന്റെ മെറ്റീരിയൽ കാണുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാകും. ഫുആദ് സാർ തയ്യാറാക്കിയ, വെറുതെ ഒരു റാൻഡംലി തയ്യാറാക്കിയ ഒരു മെറ്റീരിയലാണ്. സാറായിരിക്കും നമ്മുടെ വിഷയങ്ങളിൽ ലീഡ് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഫുആദ്. ഞാൻ 9 വർഷമായിട്ട് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യോളജിയിലും ഹിസ്റ്ററിയിലും സൈക്കോളജിയിലും PG ഉണ്ട്. നമ്മൾ അധികം നീട്ടി പറയേണ്ട ആവശ്യമില്ല. സൈക്കോളജിന്റെ ജസ്റ്റ് സ്ലൈഡ് ക്ലോസ് ചെയ്യാം. നമുക്ക് മൊത്തം നമ്മുടെ അക്കാഡമിക് ജേർണിയെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൊത്തം നമ്മളിപ്പോ MA സോഷ്യൽ സൈക്കോളജിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 തരത്തിലുള്ള പഠന മേഖലകളുണ്ട്. അതിന് അക്കാദമിക് ജേർണി നമുക്ക് പറയാം. ഒന്ന് തിയറിയാണ്, രണ്ടാമത്തെ പ്രാക്ടിക്കൽ ആണ്, മൂന്നാമത്തെ ഇന്റേൺഷിപ്പ് ആണ്, നാലാമത്തെ പ്രൊജക്റ്റ് ആണ്. അതിൽ തിയറിയെ കുറിച്ച് അനീഫ് സാർ പറഞ്ഞതാണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തിയറികളുണ്ട്. മൊത്തം നമുക്കുള്ളത് 9+1 തിയറികളാണ്. 9+1 എന്ന് പറഞ്ഞാൽ 9 തിയറി പേപ്പറുകൾ നമുക്ക് നിർബന്ധമായിട്ട് എഴുതേണ്ടതുണ്ട്. പ്ലസ് 1 കൂടെ ഉണ്ട്. 9 പേപ്പറുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ 6 പേപ്പറുകളാണ് നമുക്ക് എഴുതാനുള്ളത്. അതിന് പേരുകൾ അനീഫ് സാർ പറഞ്ഞു. ഫസ്റ്റ് കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, സോഷ്യൽ സൈക്കോളജി, റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് മാത്സ് വരുന്നതാണ്. പിന്നെ റിസർച്ച് മെത്തേഡും കുറച്ച് മാത്സും റിസർച്ചുമായി ബന്ധപ്പെട്ട പേപ്പറാണ്. സോഷ്യൽ സൈക്കോളജി ഉണ്ട്, പേഴ്സണാലിറ്റി, കോഗ്നിറ്റീവ് സൈക്കോളജി കുറച്ചും കൂടെ എന്താണ് തിയറി ബേസ്ഡ് ആണ്, ലൈഫ് സ്പാനും തിയറി ബേസ്ഡ് ആണ്. ഇതാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള 6 പേപ്പറുകൾ. പിന്നെ പ്ലസ് സെക്കൻഡ് ഇയറിൽ വരുന്ന 3 പേപ്പറുകളാണുള്ളത്. 3 പേപ്പർ അനീഫ് സാർ നമ്മളോട് പറഞ്ഞു. സെക്കൻഡ് ഇയറിൽ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്. ക്ലിനിക്കൽ ഏറ്റവും ബെറ്റർ. ക്ലിനിക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ മേഖലയിലേക്കും കൗൺസിലിംഗ് മേഖലയിലേക്കും ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കും പോകാൻ പറ്റും. കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അതിന്റെ അവസരങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ പറയാം. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിയിലായാലും കൗൺസിലിംഗിലായാലും ഇൻഡസ്ട്രിയിലായാലും 3 തിയറി പേപ്പറുകൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ എത്രയായി? 6+3 9 പേപ്പറായി. ഇതിന് പുറമെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അതിന്റെ കൂടെ ഉണ്ടാവും. അതിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് ഇതിൽ തന്നെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് സെക്കൻഡ് ഇയറിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ നമുക്ക് ചെയ്യാം. അപ്പൊ എത്രയായി? 6+3+1. അപ്പൊ നമുക്ക് 10 പേപ്പറായി. 10 പേപ്പർ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുകയോ സ്വന്തമായിട്ട് പഠിക്കുകയോ ചെയ്തിട്ട് എക്സാം വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവും. ജൂണിലും ഉണ്ടാവും, ഡിസംബറിലും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് എഴുതി പാസ്സാവുന്നതാണ്. ഇതിലൊരു അസൈൻമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ പേപ്പറിലും അസൈൻമെന്റ് ഉണ്ടാവും. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഫസ്റ്റ് ഇയറിലുള്ള എല്ലാ പേപ്പറും 50 മാർക്കിനാണ് വരിക. സെക്കൻഡ് ഇയറിലെ എല്ലാ പേപ്പറും പോസിറ്റീവ് സൈക്കോളജി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം 50 മാർക്കിനാണ് വരിക. പോസിറ്റീവ് സൈക്കോളജി 100 മാർക്കിന് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു മൊത്തം 10 തിയറി പേപ്പറുകൾ ഉണ്ട്. 9ഓ 10ഓ പ്രൊജക്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 9 തിയറി പേപ്പർ ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് പ്രാക്ടിക്കൽ ആണ്, മൂന്നാമത്തത് ഇന്റേൺഷിപ്പ് ആണ്, നാലാമത്തെ പ്രൊജക്ട് ആണ്. ഈ പ്രാക്ടിക്കലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമുക്ക് ഓരോ പ്രാക്ടിക്കൽ വീതം ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഉണ്ട്, സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ ഉണ്ട്. ഫസ്റ്റ് ഇയർ നമ്മൾ പറഞ്ഞു 7 സബ്ജക്റ്റുകളാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞത്. അതിൽ 6 തിയറി, ഒരു പ്രാക്ടിക്കൽ. അത് നമ്മളെല്ലാം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ സ്റ്റഡി സെന്ററിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ബേസിൽ നമ്മൾ ഒരു റഫ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ റഫ് റെക്കോർഡ് നമ്മൾക്ക് ക്ലാസ് എടുത്ത് തന്ന സാറ് വെരിഫൈ ചെയ്യുകയും അതിനുശേഷം ഫൈനൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യും. ഫൈനൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു വൈവയും ഒരു പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. അപ്പം പ്രാക്ടിക്കലിനെ നമുക്ക് 4 സെഷനായിട്ട് വേർതിരിക്കാൻ പറ്റും. ക്ലാസ്, റിപ്പോർട്ട്, വൈവ, പ്രസന്റേഷൻ. പ്രാക്ടിക്കൽ ഓക്കെ, ക്ലാസ് ഉണ്ടാവും, പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും, പ്രാക്ടിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം,
വൈവ ഉണ്ടാവും. വൈവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച 6 പേപ്പറിനെ കുറിച്ച് വിശദമായി ചോദിക്കും. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടാവും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മളൊരു സബ്ജക്റ്റിനെ കൊണ്ടുപോകേണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ച ടെസ്റ്റ് എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ ആയിട്ട് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും, റിപ്പോർട്ട് ഉണ്ടാവും, വൈവ ഉണ്ടാവും, പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ആ സമയത്ത് പറയാം. അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലും ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും. സെക്കൻഡ് ഇയർ ക്ലാസ് മൊത്തം സെക്കൻഡ് ഇയർ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുക. അത് ക്ലിനിക്കൽ, കൗൺസിലിംഗ്, ഇൻഡസ്ട്രി ഏതെടുത്തു കഴിഞ്ഞാലും അതിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. അതും ഇതേപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അത് സ്റ്റഡി സെന്റർ തന്നെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ സ്റ്റഡി സെന്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് 5 or 6 തിയറികൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നമുക്ക് 2 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും എടുക്കുക. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെ എഴുതണം, എങ്ങനെ പ്രാക്ടിക്കൽ, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ രണ്ടാമത്തെ ഇയറിലെ പ്രാക്ടിക്കലും ഇതേപോലെ തന്നെയാണ്. ക്ലാസ് ഉണ്ടാവും, അതിനുശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, പിന്നെ വൈവയും പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഒരു സബ്ജക്റ്റിനെ കൊണ്ടുപോകേണ്ടി വരും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലയന്റും നമുക്കൊരു ആള് വേണമല്ലോ, ആരിലാണ് ഇത് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. പ്രാക്ടിക്കൽ നമ്മൾ കഴിഞ്ഞു. അപ്പൊ 4 ആയിട്ടാണ് നമ്മൾ അക്കാദമിക് ജേണിയെ വേർതിരിച്ചത്. തിയറി, പ്രാക്ടിക്കൽ, ഇന്റേൺഷിപ്പ്, പ്രൊജക്ട്. ഇപ്പൊ തിയറി പറഞ്ഞു 9+1 പേപ്പർ, 10 പേപ്പർ. പ്രാക്ടിക്കൽ 2 പ്രാക്ടിക്കൽ, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. ഇനി നമുക്ക് വരുന്നത് ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സഞ്ചരിക്കേണ്ടി വരും. ഇന്റേൺഷിപ്പ് നമുക്ക് 240 അവർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യണം. ഓക്കെ, പ്രാക്ടിക്കൽ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഇന്റേൺഷിപ്പിന്റെ മാർക്ക് നമുക്ക് ലഭ്യമാവുള്ളൂ. അപ്പൊ അതിന്റെ ജേണി എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ അക്കാദമിക് കോർഡിനേറ്ററെ അനുമതിയോടുകൂടി ഒരു RCA റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കീഴിൽ ഒരു നിശ്ചിത സമയം 240 ദിവസം എന്നാണ് UGC ഇഗ്നോ പറയുന്നത്. പിന്നെ അത് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം മെയിനായിട്ട് MSc ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ 240 ഹവർ നമ്മൾ അവിടെ അവരെ കീഴിൽ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ റിപ്പോർട്ടിന്റെ ബേസിൽ വൈവ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്റേൺഷിപ്പിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു അക്കാദമിക് കോർഡിനേറ്റർ ഉണ്ടാവും. അയാളുടെ അനുമതിയോടുകൂടി RCA റെക്കഗ്നൈസ് ആയ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കീഴിൽ 240 മണിക്കൂർ, 240 കണ്ടിന്യൂസ് ആയിട്ടല്ല കേട്ടോ, നമുക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെ തീർക്കാൻ പറ്റും. അതിലധികം സമയം നമുക്ക് എടുത്തിട്ട് തീർക്കാൻ പറ്റും. 240 ഹവർ അവരെ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിനുശേഷം റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്കൊരു വൈവ ഉണ്ടായിരിക്കും. ആ വൈവയുടെ കംപ്ലീഷൻ കൂടി നമുക്ക് എന്തുണ്ടാവും, ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി പ്രൊജക്റ്റ് ആണുള്ളത്. പ്രൊജക്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അധികം ആരും ചെയ്യാറില്ല. ഈ പ്രൊജക്റ്റിന് പകരം ഒരു പേപ്പർ കഴിഞ്ഞ 2 or 3 വർഷം മുമ്പ് ഇഗ്നോ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പല ആൾക്കാരും ഇഗ്നോന്റെ MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ ശേഷമാണ് എന്ത് ചെയ്തത്, ഇഗ്നോ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനു മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പ്രൊജക്ട് ചെയ്യണമായിരുന്നു. പ്രൊജക്ടിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡിനെ സെലക്ട് ചെയ്യണം. ഇഗ്നോ പറയുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ അതിൽ നിന്ന് നമുക്കൊരു ഗൈഡിനെ സെലക്ട് ചെയ്യണം. ഗൈഡിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യണം. ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ഒരു സിനോപ്സിസ് നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ആ സിനോപ്സിസിന്റെ ബേസിൽ അത് ഗൈഡ് അംഗീകരിക്കുകയും അതിന്റെ ബേസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം. ആ റിപ്പോർട്ടിന് ശേഷം നമുക്കൊരു വൈവ ഉണ്ടായിരിക്കും. ഈ വൈവ
കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് പ്രൊജക്ടിന്റെ മാർക്ക് കിട്ടുള്ളൂ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണ്. മാത്രമല്ല ഇത് നമ്മൾ 2 വർഷം കൊണ്ടൊന്നും നിൽക്കൂല. നമ്മൾ സെക്കൻഡ് ഇയർ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 1 വർഷം കൊണ്ടൊന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ആളുകളും മറ്റ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം, നിങ്ങൾ പ്രൊജക്ട് എടുക്കാതെ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എടുക്കുന്നതാവും നല്ലത്. അത് നമുക്കൊന്നുമില്ല, ഒരു അസൈൻമെന്റ് എഴുതാം, എക്സാം എഴുതാം, അതോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്യും. മറ്റേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എങ്കിലും താല്പര്യമുള്ളവർക്ക് എടുക്കാം. എംഫിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതെടുക്കാം. പിന്നെ അതുപോലെ PhD ചെയ്യേണ്ടവർക്കും അത് ചെയ്യാൻ പറ്റും. പക്ഷെ PhD ചെയ്യേണ്ടവർക്ക് ഈ പ്രൊജക്ട് എടുത്തു എന്ന് കരുതിയിട്ട് PhD 3 വർഷമാണല്ലോ, മിനിമം 3 വർഷമാണ്. അപ്പൊ ആ 3 വർഷത്തിൽ ഇളവൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, 4 ആയിട്ട് നമ്മൾ അക്കാദമിക് ജേർണി നമ്മൾ വേർതിരിച്ചു. ഫസ്റ്റ് എന്താണ്, തിയറി ആണ്. തിയറിയിൽ 9+1 പേപ്പർ എന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ 2 എന്ന് പറഞ്ഞു, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. പിന്നെ ഇന്റേൺഷിപ്പ് 1 മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇയർ ആരംഭിച്ചത് മുതൽ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റും അപ്ലൈഡ് സൈക്കോളജിയും അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, ഈ 2 ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യുകയും നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മൾ അക്കാദമിക് ജേർണിയെ വളരെ ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയാനുള്ളത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിക്കാം. ഓക്കെ, അനീഫ് സാർ. ഓക്കെ, താങ്ക് യു ഫോർ സാർ. പിന്നെ നമ്മളിപ്പോ ഇത്രയും സമയം കൊണ്ട് ഒരു ലഘു പരിചയം ഇഗ്നോയുടെ MAPCയെ കുറിച്ച് നടത്തിയെന്ന് തോന്നുന്നു. ഇനിയും ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ അറിയേണ്ടവരുണ്ടാവും. ഇപ്പൊ എന്തായാലും ഇതൊരു നമ്മൾക്കിപ്പോ ഒരു കുറെ സ്ട്രെസ്സിലുള്ളവരും ഉണ്ടാവും. ഞാൻ പൊതുവെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് 4 വർഷത്തെ ഒരു ജേണിയാണ്. 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധ്യമായ ഒരു ജേണിയെ 1.5 മണിക്കൂറിനുള്ളിൽ പ്രസന്റ് ചെയ്തെന്ന് മാത്രം. അപ്പൊ അത്ര ഒരു ഇതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യണ്ട. പക്ഷെ എനിവേ ഇതിനൊരു ലീഡിങ് എന്തായാലും ആവശ്യമാണ്. നമുക്ക് എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ലീഡ് ചെയ്തിട്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും. നമുക്ക് കുറെ ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്കും നമ്മളോടൊപ്പമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കൂടെ കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നു. എനിവേ ഇപ്പോഴുള്ള ഒരു പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അതോടുകൂടി നമ്മൾ ഈ ഓറിയന്റേഷൻ സെഷൻ അവസാനിക്കും. താങ്ക് യു ആൾ.